അമ്പോജി ചെമ്പോത്ത് കൊടിയേറ്റും മുടിയേറ്റും കണ്ടേ. കൊട്ടാരം വീട്ടിൽ പോയി പെട്ടിരുന്നാൽ മുടി കെട്ടാനും പൊന്നിന്റെ നൂല്. ആനയ്ക്കും മേലുള്ളോരാപ്പിറന്നോൻ ഇവൻ അപ്പൂട്ടൻ നാടിന്റെ തൂണ്. അതിരുങ്കൽ പാടത്തെ നെല്ലിനു ജന്മി ആകാശം ഭൂമിയിലെ കെട്ടണ കണ്ണി. അറിയുന്ന കാലത്തിൽ കണ്ണൻ പോലെ അറിയുന്ന ചന്തത്തിൽ കണ്ണൻ പോലെ. കണ്ണിലുണ്ണി കണ്ണനമുണ്ണി നിന്നെ ഞങ്ങൾ കണ്ണെഴുതിക്കാം പോരെ പോരെ പോരെ. അമ്പോജി ചെമ്പോത്ത് കൊടിയേറ്റും മുടിയേറ്റും കണ്ടേ. മക്കൾക്കും സദ്യയൂണ് തനി തങ്കത്താലമ്മയ്ക്കു പേര്. പെറ്റമ്മേ പോറ്റമ്മേ വെണ്ണിനമ്മേ ഇനി തെറ്റെല്ലാം മാപ്പാക്ക് നീയേ. ഉടുക്കാനും പുതയ്ക്കാനും തന്നരു വേണം, തേക്കാനും കുളിക്കാനും വേണ്ടത് വേണം. ഇനിയുള്ള ജന്മം നീ തായായി വരണം, ഇവളൊരു തണലായി നിൻ താങ്ങും വേണം. ഉമ്മറത്തെ പൊന്നുവിളക്കെ ഞങ്ങളുടെ പാട്ടു നിനക്കെ പോലെ പോലെ പോലെ. അമ്പോജി ചെമ്പോത്ത് കൊടിയേറ്റും മുടിയേറ്റും കണ്ടേ കണ്ടേ. അത്താഴോ മുത്താഴോ അടിക്കാനും കളിക്കാനും വേണ്ടേ വേണ്ടേ. കുട്ടിയാന തമ്പ്രാനും കുഞ്ഞേലി കുറുമ്പിക്കും പത്തായം നിറയുമ്പം പാട്ട്. കുട്ടിയാന തമ്പ്രാനും കുഞ്ഞേലി കുറുമ്പിക്കും പത്തായം നിറയുമ്പം പാട്ടും കൂത്തും. ഞാൻ കാണാൻ തുടങ്ങിയ കാലം മുതൽ സരസ്വതി ചേച്ചി ഈ ഓട്ടമാണ്. എന്നാ ഈ ഓട്ടവും നിർത്തുന്നേ? രാവുണ്ണിയൊക്കെ വരാറുണ്ടോ? ഒരു വിധത്തിൽ നോക്കിയാൽ രാവുണ്ണി വരാതിരിക്കാ ഭേദം. പാവം സരസ്വതി കഷ്ടപ്പെട്ട കുട്ടികളെ ഒരു കരക്കെത്തിക്കാൻ നോക്കുമ്പോ അവൻ വന്ന് കശപിശ ഉണ്ടാക്കും. പിന്നെങ്ങനെയാ കുടുംബത്തിൽ ഒരു സമാധാനം ഉണ്ടാവുക? ഒരുത്തനെ കുത്തി മലർത്തിയിട്ട് ജയിലിൽ പോയവനാ. അയക്കിനി മര്യാദക്ക് ജീവിക്കണമെന്നില്ല. അവരോട്ട് ജീവിക്കാൻ സമ്മതിക്കത്തുമില്ല. കഷ്ടമാണ്. പാല് കറക്കാൻ ചെന്നപ്പോ പശു ഒന്നടഞ്ഞു, അതുകൊണ്ടാ വൈകിയത്. ഒരു വിധത്തിൽ കറന്നെടുത്തു പറഞ്ഞാൽ മതിയല്ലോ. പതിവേറെ പിണക്കാൻ പറ്റുമോ? സാരില്ല ചേച്ചി. ചേച്ചി വൈകിയാലെന്താ? മിഷീനിൽ കാല് വെച്ചാ എടുക്കണമെങ്കിൽ മണി 5 ആകുമല്ലോ. അമ്പിളിയുടെ റിസൾട്ട് വരാറായില്ലേ ചേച്ചി? ഇന്നോ നാളെ അറിയാം. അത് ഓർക്കുമ്പോഴാ ആദി. അതെന്താ? അവള് പാസ്സാവൂലേ? പാസ്സാവും. നല്ല മാർക്കുണ്ടാവും അവള് പറയണേ. അത് കഴിഞ്ഞിട്ടുള്ള കാര്യം എന്താ? ഡിഗ്രിക്ക് വിടുന്നില്ലേ? ഇവിടെ വരെ എത്തിച്ചത് തന്നെ കഴിവുണ്ടായിട്ടല്ല, കുട്ടികൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ. ഇനി ഭാരം ചുമക്കാൻ വയ്യ സരോജിനി. അപ്പൊ ഇനി അമ്പിളി എന്റെ കൂടെ തയ്യലിന് വരട്ടെ. അതിനിടയിൽ ടൈപ്പിനും വിടാം. അവൾക്ക് എന്തെങ്കിലും ഒരു പണിയായാൽ എനിക്കൊന്ന് ശ്വാസം വിടാലോ. അതാ നല്ലത്. കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവുള്ളൂ. അല്ലെങ്കിൽ തന്നെ പെൺകുട്ടികൾ പഠിച്ചിട്ടെന്താ, കെട്ടിച്ചു വിടേണ്ടതല്ലേ. എന്റെ അഭിപ്രായത്തിൽ അമ്പിളിക്ക് ടൈപ്പും തുന്നലും മതി.
നിന്റെ അഭിപ്രായം ചോദിച്ചില്ല. അസൂയ. ഇറങ്ങി ഇറങ്ങി വാ, പെട്ടെന്ന് പെട്ടെന്ന്. എന്റെ ചേട്ടാ ചില്ലറ വേണ്ട വാങ്ങിയേ. പേച്ചി തള്ള അവിടെ ആരും അന്വേഷിച്ചില്ല. ടൗണിൽ ധാരാളം ആശുപത്രികളുണ്ട്. പുതിയ വാർത്തകൾ വല്ലതും ഉണ്ടോ എന്നാ ചോദിച്ചത്. ഉണ്ട്. നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാനുള്ള ഒരു വാർത്തയുണ്ട് എന്റെ തള്ളേ. സരസ്വതിച്ചേ, അമ്പിളിയുടെ ഒരു ഫോട്ടോ വേണം. എന്തിനാ? അമ്പിളിക്ക് പ്രീ ഡിഗ്രിക്ക് റാങ്ക് ഉണ്ട്. സംസാരിച്ചിരിക്കാൻ സമയമില്ല. ഇന്ന് തന്നെ ഫോട്ടോ പത്രാപേക്ഷ എത്തിക്കണം. മാധവേട്ടാ, അമ്പിളിക്ക് റാങ്ക് ഉണ്ട്. റാങ്ക്? മാധവേട്ട, ഒരു ലക്ഷം പുട്ട്. അമ്പിളിക്ക് റാങ്ക് കിട്ടി പ്രമാണിച്ച് ഇന്ന് പുട്ടില്ല, കട്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ഇന്ന് തയ്യലും കൊയ്യലൊന്നും വേണ്ട. സരസ്വതി ചേച്ചി, സരോജിനി, ഇറങ്ങി വാ. ചന്ദ്രിക പാടി. ഓ, ഞാനൊന്നും വരുന്നില്ല, ഒരുപാട് പണിയുണ്ട്. അടുത്ത വീട്ടിലെ കറുത്ത പെണ്ണേ മീനാക്ഷി. താതിനന്ദ 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 തെയ്യന്താരോ, താതിനന്ദ 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 തെയ്യന്താരോ, താതിനന്ദ 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 തെയ്യന്താരോ. അമ്പിളി, അമ്പിളി. എന്താ അമ്മേ? എന്താ മാധവേട്ട? മോളെ വേണ്ട, ഞാൻ പറയാം. അമ്പിളി മോൾക്ക് പ്രീ ഡിഗ്രിക്ക് റാങ്ക് കിട്ടി. നേരാണോ അമ്മേ? അതെ മോളെ. ബഹുമാന്യരായ നാട്ടുകാരെ, പ്രീ ഡിഗ്രി പരീക്ഷയിൽ റാങ്ക് വാങ്ങിയ നമ്മുടെ നാടിന്റെ പൊന്നോമന പുത്രിയായ അമ്പിളിക്ക് നാളെ വൈകുന്നേരം 5 മണിക്ക് താമരക്കുളം കവലയിൽ അപ്പൂട്ടന്റെ അധ്യക്ഷതയിൽ ചേരുന്ന വമ്പിച്ച പൊതുയോഗത്തിൽ വെച്ച് സ്വീകരണം നൽകുന്നു. തദവസരത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശിവകുമാർ അമ്പിളിയെ പൊന്നാട അണിയിക്കുന്നതാണ്. താമരക്കുളത്തുകാരെ സംബന്ധിച്ചിടത്തോളം എക്കാലവും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന ഒരു സുദിനമാണിന്ന്. സ്വന്തം ആരോഗ്യസ്ഥിതി പോലും മറന്ന് അഹോരാത്രം പണിയെടുത്ത് മകളെ ഈ നിലയിലെത്തിച്ച അമ്പിളിയുടെ മാതാവ് സരസ്വതി അമ്മയെ എത്ര തന്നെ അഭിനന്ദിച്ചാലും മതിയാവില്ല. അമ്പിളിക്ക് ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പക്ഷേ സാമ്പത്തിക പരാധീനതയും സ്വന്തം പിതാവിൽ നിന്നുള്ള ദ്രോഹവും ആ കുട്ടിയെ ദുഃഖത്തിലാഴ്ത്തുന്നു. ഒരു യോഗം സംഘടിപ്പിച്ച് അനുമോദിച്ചതുകൊണ്ടായില്ല. അമ്പിളിയെ കൈപിടിച്ചുയർത്തണം, അവളെ പ്രോത്സാഹിപ്പിക്കണം. അത് ഈ നാട്ടുകാരുടെ കർത്തവ്യമാണ്. അമ്പിളിക്ക് ശോഭനമായ ഒരു ഭാവി നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി ഞാൻ അമ്പിളിയെ പൊന്നാട അണിയിക്കുന്നു. നാട്ടുകാരെ, ജീവിതത്തിൽ ഉയരണമെന്നുണ്ടെങ്കിൽ കഷ്ടപ്പെടണം. എത്രയെത്ര മഹാന്മാരാണ് ചെറ്റക്കുടിയിൽ നിന്നും മണമാളികൾ എത്തിയിട്ടുള്ളത്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. എല്ലാ പേരുകളും ഞാൻ ഓർക്കുന്നില്ല, എന്നാലും ചില പേരുകൾ ഞാൻ ചൂണ്ടിക്കാട്ടാം. ഹാജി മസ്താൻ ബോംബെയിൽ ഒരു സാധാരണ തൊഴിലാളിയായിരുന്നു, പിന്നെ കോടീശ്വരനായില്ലേ. പിന്നെ ഏതോ ഒരു ശോഭാരാജൻ, ചാൾസ് ശോഭരാജ്, അതെ അവൻ തന്നെ ഇന്ന് ലോക പ്രശസ്തനായില്ലേ. ഇതെങ്ങനെ സാധിക്കുന്നു സുഹൃത്തുക്കളെ? കഷ്ടപ്പെട്ടിട്ട്. പിന്നെ ചിലരുണ്ട് ജനങ്ങളുടെ കൈയടി കിട്ടാൻ വേണ്ടി അങ്ങ് ഇങ്ങൊക്കെ നക്കാപ്പിച്ച കൊടുത്തിട്ട് കേമത്തം ചമഞ്ഞ് നടക്കുന്നവർ. അത് തികഞ്ഞ അല്പത്തരമാണ്, അന്തസ്സില്ലായ്മയാണ്. അതിനൊന്നും അച്യുതൻ നമ്പ്യാരെ കിട്ടില്ല. അമ്പിളി കഷ്ടപ്പെട്ട് പഠിക്കട്ടെ. അതിന് വയ്യെങ്കിൽ അവിടെ നിലയ്ക്കത്തൊരു കല്യാണം നടത്തി അങ്ങ് വിട്ടേക്കണം. ഇതാണ് സരസ്വതിക്കും അമ്പിളിക്കും എന്റെ ഉപദേശം. ഞാൻ പറയുക പട്ടിക്ക് രോമം കിളിർത്ത വല്ലവന് എന്ത് ഗുണം എന്ന് പറഞ്ഞ പോലെ അച്യുതൻ നമ്പ്യാർക്ക് പണമുണ്ടായ സാധുക്കൾക്ക് എന്ത് ബലം. അച്യുതൻ നമ്പ്യാരോ കൊടുക്കില്ല. എന്നാ കൊടുക്കാൻ സന്മനസ്സുള്ളവരെ പുച്ഛിക്കുകയും ചെയ്താലോ? അതായത് പട്ടി പുല്ല് തിന്നുകയില്ല, പശുവിനൊട്ട് തീറ്റിക്കുകയില്ല.
താമരക്കുളത്തുള്ളവരെല്ലാം അച്യുതൻ നമ്പ്യാരെ പോലെ അറുപിന്തിരിപ്പന്മാരാണെന്ന് ബഹുമാനപ്പെട്ട MLA തെറ്റിദ്ധരിക്കുന്നുണ്ടാവും. അല്ല, മനുഷ്യന്റെ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും നിസ്സഹായാവസ്ഥയും മനസ്സിലാക്കാനും കൈയയച്ച് സഹായിക്കാനും മനസ്സുള്ളവർ ഈ താമരക്കുളത്തുണ്ട്. സരസ്വതി ചേച്ചിയുടെ വീട്ടിലെ അവസ്ഥയൊക്കെ എനിക്കറിയാം. അമ്പിളി പഠിപ്പിൽ മിടുക്കിയാണെന്നും കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു കുട്ടിയെ തീർച്ചയായിട്ടും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. പഠിപ്പില്ലാത്തതിന്റെ കുറവ് ശരിക്കറിയുന്നവരാണ് ഞാൻ. MLA പറഞ്ഞു അമ്പിളിയുടെ മനസ്സിൽ ഒട്ടേറെ മോഹങ്ങളുണ്ടെന്ന്. അമ്പിളിയുടെ മോഹം എന്തായാലും എന്തു തന്നെ പഠിക്കണമെന്ന് ആഗ്രഹിച്ചാലും അതിന് എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ചെലവഴിക്കാൻ തയ്യാറാണെന്ന് കൊട്ടാരം വീട്ടിലെ വേലായുധ മേനോന്റെ മകൻ അപ്പൂട്ടൻ ഈ വേദിയിൽ വെച്ച് വാഗ്ദാനം ചെയ്യുന്നു. വാഗ്ദാനം ചെയ്തത് തെറ്റായിപ്പോയോ അമ്മേ? പാവങ്ങളല്ലേ അമ്മേ, മറ്റൊന്നിനുമില്ലല്ലോ, പഠിക്കാൻ വേണ്ടിയല്ലേ. എനിക്കോ പഠിക്കാൻ പറ്റില്ല. സാരമില്ലല്ലേ. ദേ അമ്മ ചിരിക്കുന്നു. അപ്പ സമ്മതിച്ചു. എനിക്കിതൊക്കെ ഒന്ന് തുറന്നു പറയാൻ എന്റെ അമ്മ മാത്രമല്ലേ ഉള്ളൂ. അച്ഛന്റെ രൂപം പോലും ഓർമ്മയില്ല. അച്ഛൻ എനിക്ക് വേണ്ടി ഒരുപാട് ഉണ്ടാക്കി വെച്ചു. അമ്മ പേടിക്കണ്ട, ആ മുതലേ നശിപ്പിക്കൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ആർക്കാ എത്രയൊക്കെ. എനിക്കൊരു കുടുംബമാകുമ്പോഴല്ലേ, അതിന് ഈ വീടും പുറകിലത്തെ 50 പറ കണ്ടോം ധാരാളം മതി. അങ്ങനെയുള്ളവളെ മതി എനിക്ക്. ഞാൻ അമ്പിളി പഠിപ്പിക്കാൻ പോവാ. ദേ സമ്മതിച്ചിട്ട് പിന്നെ ഓരോന്ന് പറഞ്ഞാലുണ്ടല്ലോ, അപ്പൂട്ടന്റെ സ്വഭാവം മാറും. വരുന്നുണ്ട്. അമ്മ സമ്മതിച്ചോ? സമ്മതിച്ചു. സമ്മതിച്ചില്ല, സമ്മതിക്കില്ല. വേണം ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം. വേണ്ട, അമ്മയുടെ മനസ്സ് എനിക്കറിയുന്ന പോലെ നിങ്ങൾക്കറിയില്ലോ. നിന്നെ ഞങ്ങൾക്ക് അറിയും പോലെ അമ്മയ്ക്കറിയില്ലല്ലോ. എടാ, ഒരു മൈക്ക് കിട്ടിയ സ്വയം മറന്ന് കീർവാണം പറയരുത്. അങ്ങനെ പറയുന്നവരുണ്ട് മതപ്രസംഗക്കാര്. അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. ആ MLA എന്താ ചെയ്തത്? വല്ലവും വാഗ്ദാനം ചെയ്തോ? പ്രസംഗിച്ചു, കൈയടി മേടിച്ചു, നഷ്ടമൊന്നും ഉണ്ടായില്ലല്ലോ. നീയോ? അവളെ പഠിപ്പിക്കാൻ നീ ആരാടാ അവളുടെ? അപ്പുട്ടാ, കിണർ കുഴിക്കുന്നത് പോലെയോ വെയിറ്റിംഗ് ഷോട്ട് ഉണ്ടാക്കുന്ന പോലെയോ അല്ല. ആ പെണ്ണ് എന്താ കണ്ടുവച്ചിരിക്കുന്നതെന്ന് നമുക്കറിയോ? വാക്കുകൊടുത്തിരിക്കല്ലേ. അവളുടെ മോഹം എന്താന്ന് വെച്ചാൽ നടത്തി കൊടുക്കാമെന്ന്. എടാ, മോഹത്തിന് കടിഞ്ഞാനില്ല. എന്റെ ചായക്കിടയ്ക്ക് പകരം ഒരു 5 സ്റ്റാർ ഹോട്ടൽ നടത്തണമെന്നാണ് എന്റെ മോഹം. നടക്കുവോ? എനിക്ക് മീനാക്ഷി ശേഷാദ്രിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹം. എന്താ നടത്തി തരാം? മീനാക്ഷി ശേഷാദ്രി പോയിട്ട് കാളക്കച്ചവടക്കാരൻ ചാമിയുടെ മോള് മീനാക്ഷി വരെ നിനക്ക് അയവിറക്കാന്നേ ഉള്ളൂ. നടക്കാത്തത് മോഹിക്കരുത്. ആ പെൺകുട്ടിയുടെ മോഹം പഠിക്കണമെന്നാ. അതിനെന്ത് ചെലവ് വരുമെന്ന് എനിക്കറിയോ? അവള് ഡോക്ടറോ എഞ്ചിനീയറോ IAS ഒക്കെ പഠിക്കണമെന്ന് പറഞ്ഞാ പഠിപ്പിക്കും. സത്യം ചെയ്ത് നമ്മുടെ നാട്ടുകാരുടെ മുന്നിൽ വെച്ചാ അപ്പൂട്ടിനത് ചെയ്തിരിക്കും. അപ്പൂട്ടൻ ചേച്ചി, അപ്പൂട്ടൻ. അമ്മേ, അപ്പൂട്ടൻ വന്നു. അകത്തോട്ടിരിക്കാം. അമ്പിളി, പോയി ചായ എടുക്ക. വേണ്ട, ഞാനിന്നലെ സഹായിക്കാമെന്ന് ഏറ്റത് പെട്ടെന്നൊരു ആവേശം തോന്നിയിട്ടൊന്നുമില്ല. പഠിക്കാനുള്ള കഴിവ് എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല. അതൊക്കെ ഒരു യോഗ. കഴിവും സാഹചര്യവും ഒത്തുവരണമെന്നില്ല. സാഹചര്യം ഞാനുണ്ടാക്കാം. 8ാം ക്ലാസ് വരെ പഠിച്ച എനിക്ക് അമ്പിളി തുടർന്ന് എന്ത് പഠിക്കണമെന്നൊന്നും പറയാനറിയില്ല. അത് തീരുമാനിക്കേണ്ടത് അമ്പിളിയാ. പണവും ഇല്ല എന്ന് വിചാരിച്ച ഒന്നിനൊരു പരിധി നിശ്ചയിക്കണ്ട. എന്താ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ പറയാം. എന്താഗ്രഹം എന്ന് വെച്ചാ അപ്പൂട്ടനോട് പറയടി. ചേച്ചിക്ക് മെഡിക്കൽ എൻട്രൻസ് എഴുതണമെന്നാ. കിട്ടിയ MBBS-ന് കിട്ടുമല്ലോ. താമരക്കുളത്തൊരു ഡോക്ടർ ഉണ്ടാവുകയെന്ന് വെച്ചാ വലിയ കാര്യല്ലേ. അമ്പിളിയുടെ പഠിത്ത കാര്യത്തെ പറ്റി ഓർത്ത് ചേച്ചി മനസ്സ് ഉണ്ടാക്കണ്ട. അപ്പൂട്ടനാ ഏറ്റിരിക്കണത്. അപ്പൂട്ടനെ ഏറ്റാ അറിയാലോ. ഇത് കുറച്ച് പണമാ. ഇതിനൊക്കെ എത്രയാ ചെലവാവുക എന്ന് എനിക്ക് വലിയ തിട്ടമില്ല. പറഞ്ഞാ മതി, എത്തിച്ചോളാം. എന്നാ ഞാൻ പോട്ടെ. അപ്പൂട്ടൻ ചായ കുടിച്ചില്ല. വേണ്ട, ഇനി ഒരിക്കലാകാം. പാടത്ത് പണിക്കാരുണ്ടേ. പിന്നെ ഞാനിത് കുറിച്ചിടും. എല്ലാത്തിനും ഒരു കണക്ക് വേണ്ടേ? നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ആറ്റി കളഞ്ഞാലും അളന്ന് കളയണമെന്നാണല്ലോ. അപ്പൂട്ടനോടുള്ള കടപ്പാട് ഒരിക്കലും മറക്കരുത് മക്കളെ. സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്.
10ാമതയത്തിൽ ജനിച്ച കുട്ടിയാ നീ. വലിയ കീർത്തിമതിയാവൂന്നാ രാമേന്ദ്ര പൊതുവാള് പറഞ്ഞിരിക്കുന്നെ. ഇപ്പൊ അത് സത്യായില്ലേ? ആയിട്ടില്ല. എൻട്രൻസ് കിട്ടണ്ടേ അമ്മേ? നാട്ടുകാർ മുഴുവൻ ഇപ്പൊ അറിഞ്ഞിട്ടുണ്ടാവും. ദേ, വെറുതെ ഞങ്ങൾക്ക് നാണക്കേടുണ്ടാക്കരുത് കേട്ടോ. ഞാൻ തന്നെ ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുക. വെറുതെ വേണ്ട കേട്ടോ ചിന്നു. നിന്നെ പോലല്ല അവള്. പഠിത്തത്തിൽ മാത്രം അവളുടെ ശ്രദ്ധ. പ്രീ ഡിഗ്രിക്ക് റാങ്ക് കിട്ടുന്നവർക്കൊക്കെ എൻട്രൻസിന് കിട്ടണമെന്നില്ല. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ കോളേജില് കഷ്ടിച്ച് ഫസ്റ്റ് ക്ലാസ് വാങ്ങി അപർണയ്ക്ക് കിട്ടി. ഫസ്റ്റ് റാങ്ക് മേടിച്ച കുട്ടിക്ക് കിട്ടിയതുമില്ല. ഭാഗ്യം കൂടി ഉണ്ടാവണം. അതുണ്ടെന്നല്ലേ പൊതുവാള് പറഞ്ഞിരിക്കുന്നത്. ദൈവമേ, അടുത്ത ജന്മമെങ്കിലും 10ാമതയത്തിന് ജനിക്കണേ. ഇവളുടെ നാക്കിന് ലൈസൻസ് ഇല്ല. മോൾക്ക് കിട്ടും, ഉറപ്പാ. 10,000 ഒന്നും ഇപ്പൊ വേണ്ടായിരുന്നു. കോളേജിൽ ചേരുമ്പോഴല്ലേ പണത്തിന്റെ ആവശ്യം വരിക. എന്നാ ആ മൂസാക്കയുടെ കടമൊന്ന് വീട്ടിൽ കൂടെ അമ്മേ. അയാൾ എത്ര നാളായി ചോദിക്കുന്നു. മൂസാക്കാടെ കടമൊക്കെ ഞാൻ വീട്ടിക്കോളാം. കഞ്ഞിക്ക് മുട്ടിയാലും ഇവളുടെ പഠിപ്പിനല്ലാതെ അപ്പൂട്ടൻ തന്ന പണത്തിൽ നിന്ന് ഒരു ചില്ലി കാശ് പോലും ഞാൻ അടിക്കില്ല. അത് ദൈവദോഷ. ആരാ ആരാത്? തുറക്കണേ. എന്താടി അമ്മയും മക്കളും കൂടെ ഒരു ഗൂഢാലോചന? അറിഞ്ഞോ, നമ്മുടെ മോക്ക് റാങ്ക് കിട്ടി. അറിഞ്ഞു. അവളെ തുടർന്ന് പഠിപ്പിക്കണമെന്ന് തീരുമാനിച്ചു അപ്പൂട്ടൻ അല്ലേ? വേറെ ഒരു കാര്യം അറിഞ്ഞു. അപ്പൂട്ടൻ കുറെ പണം തന്നു. നമ്മുടെ മോടെ ഭാവി ഓർത്ത് ഒന്ന് പോടി അവിടുന്ന്. ഇവിടെ മനുഷ്യൻ ചില്ലി പൈസ ഇല്ലാതെ നട്ടം തിരിയുമ്പോഴാ മോളുടെ ഭാവി. ഇന്നത്തേത് കഴിഞ്ഞ് മതി നാളെ. ഇല്ല, ഞാനത് തരില്ല. ദൈവത്തെ ഓർത്ത് ഉപദ്രവിക്കരുത്. നിങ്ങളോ 10 പൈസ തരില്ല. മറ്റുള്ളവര് സഹായിക്കുന്നൂടെ ഇല്ലാതാക്കരുത്. അരുത്, മോളുടെ പഠിപ്പിനുള്ളതാ. ഓ, നിന്റെ മോള് പഠിച്ച കളക്ടർ ആവുമ്പോ അല്ലേ? ഇതിനുള്ള പഠിപ്പൊക്കെ മതി. പിന്നെ സഹായവും കാര്യവും കൊള്ളാം. മാനം മര്യാദയായിട്ട് ജീവിച്ചോണം, അല്ലെങ്കിൽ രാവണയുടെ വിധം മാറും. ആ, അതോട്ടാ കടുപ്പത്തില് 3 ചായ. പെണ്ണ് കാണാൻ പോയിട്ട് തല്ലുണ്ടാക്കിയിട്ട് വന്ന മട്ടുണ്ടല്ലോ. തല്ലു കൊടുക്കണ്ട കേസാ. കഴി ധരിച്ചു വന്നതാ. പക്ഷെ നമുക്കില്ലേ ഡീസൻസി. ഡീസൻസി നീയൊക്കെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ എല്ലാം അടിച്ച് നിരപ്പാക്കിയാ ഞാൻ. ഇതുകൊണ്ടൊക്കെ തന്നെയാ പെണ്ണ് കിട്ടാത്തത്. ഈ സ്വഭാവം അറിഞ്ഞൊരാൾ വരണ്ടേ? എടാ, പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. ചിലപ്പോ പെണ്ണിന് ചെറുക്കനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. അതിന് അടിച്ചു നിരപ്പാക്കിയിട്ട് എന്താ കാര്യം? അതൊന്നുമല്ല മാധവേട്ടാ. എന്തായാലും ഞാൻ കൂടെ വരാത്തതിന്റെ ഭവിഷ്യത്തെ എനിക്ക് ഇപ്പൊ മനസ്സിലായോ? എന്താടാ പുട്ടാ ഈ പെണ്ണും കരഞ്ഞു കാണിച്ചോ? അതിന് പെണ്ണിനൊന്ന് കണ്ടിട്ട് വേണ്ടേ? അപ്പോഴേക്കും തുടങ്ങിയില്ലേ പുകില്. ഇവനൊരു വിധത്തിൽ പിടിച്ചു കൊണ്ടുവന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഈ രാമൻകുട്ടിയുടെ ഏർപ്പാട് ഇതോടെ തീർന്നു. അതിന് ഞാൻ എന്ത് ചെയ്തു? ഇതുവരെ കണ്ട 49 മുടങ്ങിയത് എന്റെ കുറ്റം കൊണ്ടാണോ? വിഷമിക്കണ്ട, നമുക്ക് മറ്റൊന്ന് നോക്കാം. സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികം, അപ്പൂട്ടന്റെ 50ാമത്തെ ആലോചന, അത് നടക്കും. ഇവൻ ബ്രോക്കർ പീസ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കും. അപ്പുട്ടാ, ഇനി ജാതകവും ജാതിയും അതൊന്നും നോക്കണ്ട. നീ വിളിച്ച താമരക്കുളത്ത് ഇറങ്ങി വരാത്ത ഏത് പെണ്ണട ഉള്ളേ? വിളിക്കണ്ടേ? എന്താടാ അപ്പുട്ട അവിടെ നടന്നേ? ആ പെണ്ണിന്റെ തന്ത പറട്ട കിളവൻ പറയാ ഞാൻ കള്ളുകൂടിയനാണ്, തെമ്മാടിയാണ്, താൻ തോന്നിയാണെന്ന്. ശരിയല്ലേ? ആരോ കൊണ്ട് കൊളുത്തി കൊടുത്തതായിരിക്കും. അപ്പുട്ടാ, ആളെ പിടികിട്ടി. ആ അച്യുതൻ നമ്പ്യാരാ ഈ കല്യാണം മുടക്കിയത്. ആ എന്നാലൊന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം. വരണ വണ്ടിയില്. ഇന്നത്തെ ഒഴിച്ചിലുള്ള വകയായി. ഞാൻ അതൊന്നും അല്ല ആലോചിക്കുന്നത്. ആരായിരിക്കും ഈ 50ാമത്തെ പെണ്ണ്? എന്തായാലും നീ ആയിരിക്കില്ല. അപ്പൊ ആ കല്യാണം മുടങ്ങിയോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഞാൻ തെമ്മാടിയും കള്ളുകൂടിയനാണെന്നൊക്കെ താൻ പറഞ്ഞല്ലോ. പറഞ്ഞതിനെന്താ? നീ കള്ളു കുടിക്കില്ലേ? അത്യാവശ്യം തെമ്മാടിത്തരവും കയ്യിലില്ലേ? അന്ന് നീ സ്റ്റേജ് വെച്ച് പ്രസംഗിച്ചതെന്താ? നമ്പ്യാർക്ക് പണമുണ്ടായാൽ പട്ടിക്ക് രോമം കിളുത്ത മാതിരിയാണെന്ന്. പൊന്നും മോനെ, അതിനൊരു തിരിച്ചടി ഞാൻ തരണ്ടേ?
കല്യാണം ഞാൻ മുടക്കിയതാ. നമ്പ്യാരെ വാക്കിനും നാട്ടാർ വിലകൽപ്പിക്കുമെന്ന് നിന്നെ ഒന്ന് ബോധ്യപ്പെടുത്തണ്ടേ? ചെറ്റ് തന്നെ ഞാൻ ബോധ്യപ്പെടുത്തി തരാടോ. തന്റെ മകനൊരുത്തിന് അമേരിക്കയിലുണ്ടല്ലോ, അവന്റെ കല്യാണം നടക്കുന്നു കാണട്ടെ. ഈ പഞ്ചായത്ത് നിന്നല്ല, ജില്ലയിൽ നിന്നല്ല, ഈ സംസ്ഥാനത്ത് നിന്ന് അവൻ കിട്ടൂല. അവന്റെ കല്യാണം നടക്കുന്നത് നമുക്കൊന്ന് കാണണമല്ലോ. ആ ഇപ്പഴേ അടിച്ചേക്കാ പുട്ട. നമ്പ്യാരുടെ മോ അമേരിക്കയിൽ ഒരു മദാമെ കെട്ടിയെന്ന് ചായക്കട വരുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞോളാം. മദാമനെ കെട്ടിന്ന് മാത്രല്ല, സ്ത്രീധനായിട്ട് എയ്ഡ്സും കിട്ടിയിട്ടുണ്ടെന്ന് പരസ്യപ്പെടുന്ന കാര്യം ഞാൻ ഏറ്റു. എരപ്പകളെ, നിനക്കൊന്നും നമ്പ്യാരെ ശരിക്കറിയില്ല. അറിയാടോ, നല്ലോണം അറിയാം. പണ്ട് തന്നെ കാരണവന്മാര് കൊട്ടാരം വീട്ടിലെ പണിക്കാരായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അന്ന് ഇലയിൽ പൊതിഞ്ഞുകൊണ്ട് വരുന്ന ചോറ് കഴിച്ച തന്നെ ആളായതെന്നും കേട്ടിട്ടുണ്ട്. ആ കൊട്ടാരം വീടിനെ പറ്റി ഒരു അക്ഷരം പറഞ്ഞാലുണ്ടല്ലോ. നീ എന്താ ആളുകളെ കൂട്ടി വന്ന് ഭീഷണിപ്പെടുത്തുക? ഇതൊരു മുന്നറിയിപ്പ് മാത്രം. ഇനി അപ്പൂട്ടനെ പറ്റി അപവാദം പറഞ്ഞു കിടന്ന കോഴിക്കാടന കോഴിമുട്ട പൊരിക്കുന്ന പോലെ പൊരിക്കും ഞാൻ. എന്താടി? അഡ്മിഷൻ കിട്ടി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ. എൻട്രൻസിന് നല്ല മാർക്ക് കിട്ടിയപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ ചേച്ചിക്ക് അഡ്മിഷൻ ശരിയാവുമെന്ന്. എന്റെ ഭഗവതി, ഈ കേട്ടതൊക്കെ നേരാണോ? ഒക്കെ കാവിലമ്മയുടെ അനുഗ്രഹ. അപ്പൂട്ടന്റെ അനുഗ്രഹമാണെന്ന് പറയുന്നേ. ഇന്നാണല്ലേ അമ്പിളിക്ക് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ. തിരക്കിനിടയിൽ ഞാനതങ്ങ് മറന്നു. മോളെ, അപ്പൂട്ടനോട് അനുഗ്രഹം വാങ്ങിക്കേ. അയ്യോ, എന്താ അത്? ഇതിന് മാത്രമുള്ള യോഗ്യതയൊന്നും അപ്പൂട്ടനില്ല. ഉണ്ട്, പ്രത്യേകിച്ച് അമ്പിളിയുടെ കാര്യത്തിൽ. നീ തന്നെ പറ മോളെ. ഓർമ്മയുണ്ടാവോ എന്തോ, ഇവിടുത്തെ അമ്മയുടെ 2ാം ആണ്ടിന് അന്നദാനവും പാവപ്പെട്ട കുട്ടികൾക്ക് പുതുവസ്ത്രവും ബുക്കും സ്ലേറ്റും പെൻസിലും ഒക്കെ വിതരണം ചെയ്ത ദിവസം. അന്ന് അവിടുത്തെ കൈകൊണ്ട് തന്ന സ്ലേറ്റില ഞാൻ ആദ്യാക്ഷരം കുറിച്ച് പഠിച്ചത്. ഇപ്പൊ എനിക്കൊരു 2ാം ജന്മം കൂടി. അതൊന്നും ഞാൻ ഓർക്കണില്ല. എന്തായാലും അമ്പിളി പഠിച്ച് വലിയ നിലയിലെത്തണം. എത്തും. പോയി വരട്ടെ സാർ. എന്താ വിളിച്ചത്? സാറെന്നോ? വേണ്ട, നാട്ടിലെല്ലാരും വിളിക്കുന്ന പോലെ അപ്പൂട്ടാന്ന് വിളിച്ചാ മതി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ, ആ മണിയാ, എന്തോ ഒരു 5000 രൂപ എടുത്തോണ്ട് വാ. അയ്യോ, ഇപ്പൊ വേണ്ട. അപ്പൂട്ടൻ തന്ന പണം കയ്യിലുണ്ട്. അത് ഇന്ന് കുറെ രാവുണ്ണിയായിട്ട് അടിച്ചു മാറ്റിയില്ലേ? അത് ഞാൻ ആടിനെ വിറ്റ് ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞിട്ടില്ലേ എന്താവശ്യമുണ്ടല്ലോ എന്നോട് പറയണമെന്ന്. വാങ്ങിയേച്ചി, ഒരു വഴിക്ക് പോകുമ്പോ ആവശ്യത്തിന് പണം കരുതിയിരിക്കണം. ആ പിന്നെ അമ്പിളി, വലിയ പണക്കാരുടെ മക്കളൊക്കെ ആയിരിക്കും കൂടെ പഠിക്കുക. അവരുടെ പത്രാസിന് മുന്നിൽ പണമില്ലാന്ന് പറഞ്ഞ് ഒട്ടും താഴരുത്. പണം ആവശ്യമുള്ളപ്പോഴൊക്കെ അപ്പൂട്ടിന് എത്തിച്ചിരിക്കും. ആ പിന്നെ മറ്റൊരു കാര്യം, കോളേജിൽ വേറെ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഈ പത്രത്തിലൊക്കെ വായിക്കാറില്ലേ, പുതിയതായി ചെല്ലുന്ന കുട്ടികൾ ഉപദ്രവിക്കുക എന്നൊക്കെ, എന്താടാ മണിയാന് പറയാ? അത് റാങ്കിങ്. റാഗിംഗ്. ആ അത് തന്നെ. ഇനി അങ്ങനെ വല്ല ഉപദ്രവം ഉണ്ടെങ്കിൽ അതും അപ്പൂട്ടിനോട് പറയാൻ മടിക്കണ്ട. ശരിയാ, താമരക്കുളത്തും പരിസരത്തുമല്ലേ നമ്മൾ അടിയുണ്ടാക്കിയിട്ടുള്ളൂ. ടൗണിൽ വന്ന് അടിയുണ്ടാക്കാനുള്ള ഒരു അവസരം അമ്പലി ഉണ്ടാക്കി തരണം. ഒന്ന് ചുമ്മാതിരിക്ക, വെറുതെ ആ കുട്ടിയെ പേടിപ്പിക്കാതെ. അങ്ങനെയൊന്നും അല്ല, താമരക്കുളത്തെ കുട്ടിക്കൊരു നാഥനില്ല എന്നുള്ള പേടി വേണ്ടെന്ന് പറയായിരുന്നു. ഞങ്ങളൊക്കെ ഉണ്ട്. എന്നാ ആയിക്കോട്ടെ. ആ പിന്നെ നിങ്ങൾക്ക് കൂട്ടിന് മാധവേട്ടനെ സരോനി ചേച്ചി ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവരും ഒപ്പം ഉണ്ടാവും. ശരി. ഓ, കഷ്ടം അവരുടെ കാര്യം. സ്വന്തം മോളെ കോളേജിൽ ചേർക്കാനെങ്കിൽ അച്ഛൻ കൂടെ പോണ്ടതല്ലേ? ഓൻ പോവാണ്ടിരിക്കാന്നല്ലേ ഉള്ള കൂടെ പിടിച്ചടച്ചുണ്ടോ? ഓനെ അവരെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുക. ശരിയാ, അമ്പിളിയുടെ മുഖത്ത് ആ പേടിയും വിഷമൊക്കെ ഉണ്ട്. ആദ്യമായിട്ടാ എന്റെ മോള് വീട് വിട്ട് നിൽക്കുന്നത്. അനിയത്തി പിരിഞ്ഞൊരു അന്തി അവൾക്ക് നിൽക്കാനാവില്ല. ഈ ഹോം സിക്നസ് ഒക്കെ 1-2 ദിവസം ഉണ്ടാവും. അത് കഴിഞ്ഞാ പിന്നെ അടിപൊളിയല്ലേ. ഇവിടെ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോവാ. സ്വന്തം അനുജത്തിയെ പോലെ നോക്കണം. അമ്മയ്ക്ക് ഒരു ടെൻഷനും വേണ്ട, ധൈര്യമായിട്ട് പൊയ്ക്കോ. അടുത്തവണ നിങ്ങൾ വരുമ്പോ അമ്പിളി ഒരു പുതിയ ആളായിരിക്കും. അമ്പിളി നന്നായി പഠിച്ചു മിടിക്കാവണം. എന്നാ പോട്ടെ മോളെ. വരട്ടെ. മാധവേട്ട, എന്താ അമ്പിളി? അമ്മയും അനിയത്തി മാത്രമേ ഉള്ളൂ. അച്ഛൻ? അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. ഇതൊന്നും സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയതല്ല. ആ വലിയ മനസ്സിന്റെ മുമ്പില് എന്താ പറയേണ്ടെന്ന് എനിക്കറിയില്ല. മാധവേട്ടൻ പറയണം, നന്ദിയുണ്ട്. ഒരു വാക്കുകൊണ്ട് തീരണതല്ല അത്. ഞാൻ കത്തയക്കുന്നുണ്ട്.
ഒരുപാട് ജോലി തിരക്കുള്ള ആളല്ലേ, എന്നാലും മറുപടി അയക്കാൻ പറയണം. പറയാം.